ചോദിക്കാനുള്ളത്, നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും മെനോപോസിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പം ലേഡീസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മെനോപോസ് സമയത്ത് അവർക്കുണ്ടാകുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്തൊക്കെ അവർ നേരിടേണ്ടി വരും എന്നുള്ളത് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ വളരെ പ്രധാനമുള്ള 2 നാഴികക്കല്ലുകളാണ് കൗമാരപ്രായവും ആർത്തവ വിരാമവും. ഈ 2 സമയത്തും ഹോർമോണുകൾ വളരെയധികം വ്യത്യാസം വരുന്ന സമയമാണ്. ആർത്തവ വിരാമത്തിൽ നമുക്കുണ്ടായിട്ടുള്ള ഒരു സ്ത്രീയെ സ്ത്രീയാക്കുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണുകൾക്ക് വ്യത്യാസം വരുന്നു. അപ്പോൾ ഇതെങ്ങനെ ബാധിക്കും? ശാരീരികമായും മാനസികമായും ഒരുപാട് വ്യത്യാസങ്ങൾ സ്ത്രീകൾക്ക് ഈ സമയത്ത് ഉണ്ടാവും. അവരുടെ ആർത്തവ ചക്രത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വരും. ഒന്നുകിൽ മാസക്കുളി പെട്ടെന്ന് വരും, അല്ലെങ്കിൽ മാസക്കുളി വരാതെ ഇരിക്കാം, അല്ലെങ്കിൽ മാസക്കുളി ഒട്ടും അതിനകത്ത് പോകുന്ന രക്തസ്രാവം കുറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ വളരെ അമിതമായിട്ടിരിക്കാം. പക്ഷേ ഇത് ആർത്തവ വിരാമത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാതിരിക്കരുത്. 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ക്യാൻസറിന് സാധ്യതയുള്ളവരാണ്. അപ്പോൾ നമ്മളുടെ ജനനേന്ദ്രിയങ്ങളിലോ അല്ലെങ്കിൽ ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, യൂട്രസ് മുതലായവയിലോ ക്യാൻസർ ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികമായ പ്രശ്നങ്ങളാണ്. അതായത് അവർക്ക് വളരെയധികം മൂഡ് സ്വിങ്സ് എന്ന് പറയും. ഒന്നുകിൽ ദേഷ്യം, അതല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരിക. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ 45-50 വയസ്സായ സ്ത്രീകളെല്ലാം തന്നെ അവരുടെ ജോലികളിലും വളരെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട സമയമാണിത്. കുഞ്ഞുങ്ങൾ വലുതായി ചുമതല കൂടുന്ന സമയമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ ഹോർമോണുകൾ കുറയുമ്പോൾ വരുന്ന ആകെയുള്ള പ്രശ്നങ്ങളാണ് മൂഡ് സ്വിങ്. അപ്പം ഇതിനകത്ത് സ്ത്രീകൾ തന്നെ ഒരു സമചിത്തത പാലിക്കണം. ഇന്നതുകൊണ്ടാണ്, എന്നിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണാം. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ആണ് നമുക്ക് ഡയബറ്റീസും പ്രഷറും ഒക്കെ കൂടുന്ന സമയം. അപ്പോൾ തീർച്ചയായിട്ടും ഹോർമോൺസിനും അതിൻ്റെ പുറത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അമിതമായ വണ്ണത്തിനും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആരോഗ്യം കുറച്ചുകൂടെ മെച്ചപ്പെടും.